ദൈവമേ ഇതൊക്കെ കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ദൂരെ യാത്രയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് നല്ലൊരു ഊണ് കഴിക്കുമ്പോഴത്തേനുള്ളൊരു സുഖമില്ലേ അത്. അങ്ങനെ രാവിലെ മാർക്കറ്റിൽ പോയി 2 മഡ് ക്രാബിനെയും ബാക്കിയുള്ള മീനെയൊക്കെ വാങ്ങിച്ച് തിരിച്ച് പനമ്പള്ളി നഗറി വന്നപ്പോൾ നമ്മുടെ നാടൻ പച്ചക്കറി വിൽക്കുന്ന ആളവിടെ ഉണ്ട്. നല്ല ഫ്രഷ് പച്ചക്കറികൾ, ഇതേ ഇടിഞ്ചക്ക ഉണ്ടായിരുന്നു, ചീര ഉണ്ടായിരുന്നു എന്ന് വേണ്ട വാഴപ്പിണ്ടി ഉൾപ്പെടെ സകലമാന സാധനങ്ങളും. പണ്ട് നമ്മുടെയൊക്കെ പറമ്പിൽ ഇതേ ഒരാവശ്യമില്ലാതെ കളഞ്ഞുകൊണ്ടിരുന്ന ഇരുമ്പപ്പുളി, നമ്മുടെ നാട്ടിൽ ഇരുമ്പപ്പുളി എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സപ്പോട്ട ഉണ്ടായിരുന്നു, അതേമാതിരി അവക്കാഡോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവക്കാഡോ ഞാൻ വാങ്ങിച്ചില്ല, കാരണം ഇവിടെ ആരും കഴിക്കത്തില്ല തോണ്ടിട്ട്. പിന്നെ അതേ നോക്ക് നല്ല മറ്റേ പഴമാങ്ങ, മറ്റേ കുഞ്ഞി പഴമാങ്ങ, അതിനെന്താ പേര് പറയുന്നതെന്ന് ഞാനിത് ഓർക്കുന്നില്ല. പിന്നെ ചക്ക ഉണ്ടായിരുന്നു, കപ്പളങ്ങ ഉണ്ടായിരുന്നു, കപ്പളങ്ങ നാടനായിരുന്നില്ല. അതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്നു. എൻ്റെ കറികൾ എങ്ങനെയുണ്ടെന്ന് നോക്ക് ഗൈസ്, കണ്ടാൽ തന്നെ തിന്നു പോകൂലേ. നല്ല കപ്പ വേവിച്ചത്, ചീര വേവിച്ചത്, അതേമാതിരി ഞണ്ട്. പിന്നെ ഇതുകൂടാതെ ഞാൻ നല്ല കേര വാങ്ങിച്ചത്, നല്ല തേങ്ങ വറുത്തരച്ച് അതും കറിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കഴിക്കുമ്പം നിങ്ങൾക്ക് വെള്ളം വരുന്നില്ലേ? എൻ്റെ വായിൽ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും വെള്ളം വരുന്നു. കാരണം ഇങ്ങനെ കഴിക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നല്ല വെണ്ണ പോലത്തെ കപ്പയും അതിൻ്റെ മേലോട്ട് ഇത്തിരി ഞണ്ടിൻ്റെ ഗ്രേവിയും അതേമാതിരി കേരയുടെ കറിയുടെ ഗ്രേവി എല്ലാം കൂടെ കൊഴിച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് നിങ്ങൾക്കത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വീഡിയോ കാണാറുള്ള സെബാൻ എൻ്റെ അടുക്കൽ ഇന്ന് പറഞ്ഞു, മീരയ്ക്ക് ഭയങ്കര ഫുഡിയാണെന്ന് എനിക്ക് തോന്നിയെന്ന്. പക്ഷേ ആക്ച്വലി ഞാൻ ഭയങ്കര ഫുഡിയല്ല, ഞാൻ വളരെ കുറച്ച് ചോറും ബാക്കി നിറച്ചും കറികളും കൂട്ടി കഴിക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ സെബാനോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ എന്നാൽ അവരൊക്കെ കാണുന്നുണ്ടല്ലോ, കാണുന്നതിൽ വളരെ സന്തോഷം. നിങ്ങളിൽ എത്ര പേർക്ക് ഇതേ കൂട്ട് നാടൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് ഇഷ്ടമുണ്ട്? ഉള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്കറിയാമല്ലോ ആർക്കൊക്കെയാണ് ഇങ്ങനെ ഇഷ്ടമുള്ളതെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.